അടിമാലി പഞ്ചായത്തിന്റെ കീഴിൽ കുമ്പമ്പാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് തുറന്നു നൽകി. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി പഞ്ചായത്ത് 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പണികൾ പൂർത്തീകരിച്ചതെന്നും നാളുകളായുള്ള പ്രതിസന്ധിക്ക് പരിഹാരമായതായും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനം തുറന്നു നൽകുന്നതിൽ നാളുകളായുള്ള കാത്തിരിപ്പിന് വിരാമമായി. അടിമാലിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്കാശ്രയമായ അടിമാലി പഞ്ചായത്തിന്റെ കീഴിൽ കുമ്പമ്പാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് തുറന്നു നൽകിയതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴിയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഞ്ചായത്ത് പൊതുശ്മശാനത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളതെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനമായ ക്രിമിറ്റോറിയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടച്ചിട്ടുകൊണ്ടുള്ള മെയിൻ്റനൻസ് വർക്കുകൾ നടന്നു വരികയായിരുന്നു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേനയാണ് പഞ്ചായത്ത് അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ പൂർത്തീകരിച്ചത്. ഏകദേശം 30 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇതിന് ബ്ലോവർ ഉൾപ്പെടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ചിമ്മിനി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായത്. ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതുപോലെ മറ്റു പഞ്ചായത്തുകൾക്കൊക്കെ സൗകര്യപ്രദമായിട്ട് ഇത് ഉപയോഗിക്കുന്നുള്ള സാഹചര്യം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി അറിയിക്കുകയാണ്. നാളുകളായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ശ്മശാനം അടച്ചിട്ട സ്ഥിതിയിലായിരുന്നു. ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചും പുകക്കുഴലിന്റെ ശോചനീയാവസ്ഥയും പ്രതിസന്ധിയായ ഘട്ടത്തിലാണ് ശ്മശാനം അടച്ചിട്ടത്. പഞ്ചായത്തിന്റെ പൊതുശ്മശാനമായ ശാന്തി കവാടം പൂർണ്ണമായും പണികൾ പൂർത്തീകരിച്ച് കുറ്റമറ്റതാക്കി തുറന്നു നൽകിയതോടെ നാളുകളായുള്ള പ്രതിസന്ധിക്കാണ് പരിഹാരമായത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.